നമസ്കാരം. ശ്രീലങ്കയിലെ ഗാലെ തീരത്തിൽ നിന്ന് സമീപം ഇറാന്റെ യുദ്ധക്കപ്പലായ ഐറിസ് ദേന അമേരിക്കൻ അന്തർവാഹിനി മുക്കിയ സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു യുദ്ധക്കുറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖവാനി ആരോപിച്ചു. മാർച്ച് 4-നായിരുന്നു ഈ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികർക്ക് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ഖാനി ആദരാഞ്ജലികൾ അർപ്പിച്ചു. എന്തായാലും ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണപ്രകാരം സംയുക്ത നാവിക അഭ്യാസത്തിനായി എത്തിയതായിരുന്നു ഐറിസ് ദേന. ഖാലെ തീരത്ത് നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്നുമുള്ള ടോർപിഡോ ആക്രമണത്തിലാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിലുണ്ടായിരുന്ന 180 ജീവനക്കാരിൽ 87 നാവികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക വിവരം. അമേരിക്കയുടെ നടപടി ജനീവ കൺവെൻഷന്റെ ലംഘനമാണെന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട നാവികരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയെന്നും ഇറാൻ ആരോപിക്കുന്നു. UN പൊതുസഭയുടെ 3314 പ്രമേയം പ്രകാരം ഇതൊരു നഗ്നമായ കടന്നാക്രമണമാണെന്നും ഇസ്മായിൽ ഖമാനി വ്യക്തമാക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യൻ നാവികസേന INS തരംഗിണി, INS ഇക്ഷ എന്നീ കപ്പലുകളും P-8I നിരീക്ഷണ വിമാനങ്ങളും അയച്ചിരുന്നു. ശ്രീലങ്കയുടെ തെക്ക് ഗാലെ തീരത്ത് നിന്നും ഏകദേശം 20 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് വെച്ചാണ് അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപിഡോ ആക്രമണത്തിൽ ഐറിസ് ദേന മുങ്ങിയത്. സംഭവത്തിന് പിന്നാലെ ശ്രീലങ്കയുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാൻ ഇന്ത്യൻ നാവികസേന കപ്പലുകൾ അയക്കുകയും ചെയ്തു. എന്തായാലും ഐറിസ് ദേനയിൽ ഉണ്ടായിരുന്ന ഏകദേശം 180 ജീവനക്കാരും 87 നാവികരുമാണ് കൊല്ലപ്പെട്ടത്. രക്ഷപ്പെട്ട 32 പേരെ ശ്രീലങ്കൻ നാവികസേന ഗാലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചിരുന്നു. നേരത്തെ NIAക്ക് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി ഐറിസ് ദേനയുടെ ദുരന്തത്തിനു ശേഷം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. കപ്പലിന്റെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സംഭവത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ നാവിക കപ്പലായ ഐറിസ് ദേന ഉൾപ്പെട്ട ദുരന്തത്തെ തുടർന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ജീവനക്കാരുടെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും സംഭവത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇതോടെ എന്തായാലും കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റിൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്കും ഊർജ നിലയങ്ങൾക്കും നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നു എന്ന് വ്യക്തമാക്കി. കപ്പലിലെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സംഭവത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.